ടോപ്പ് ട്യൂഷൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ചാപ്റ്റർ 7 ഇലക്ട്രിക് കറണ്ട്. എന്താണ് ഇലക്ട്രിക് ചാർജ്? ഒരു കുട്ടി ഒരു വീർപ്പിച്ച ബലൂൺ മുടിയിൽ റബ്ബ് ചെയ്യുമ്പോഴേക്കും ബലൂണിലേക്ക് മുടി പുള്ളേത് വലിഞ്ഞു പോകുന്ന മാതിരിയുള്ള ഫീലിംഗ് ഉണ്ട്. അവിടെ ഒരു ഇലക്ട്രിക് ചാർജാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് ഇലക്ട്രിക് ചാർജ് ജനറേറ്റ് ചെയ്യുന്നത്? അത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, ഒബ്ജക്ട്സ് റബ്ബ് ചെയ്യുമ്പോഴേക്കും ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടന്നിട്ടാണ് ആ ഇലക്ട്രിക് ചാർജ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക് ചാർജ് മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് കുളുംബ്. ഇലക്ട്രിക് ചാർജ് ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കി ഏതിനാണ് പോസിറ്റീവ് ചാർജ്, ഏതിനാണ് നെഗറ്റീവ് ചാർജ് എന്നൊന്ന് മനസ്സിലാക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഈ പിക്ചറിൽ ഒരു കപ്പാസിറ്ററും ഒരു LED ബൾബുമാണ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത്, അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ LED ബൾബ് പെട്ടെന്നൊന്ന് കത്തിയിട്ട് കെട്ടുപോകും. അതെന്തുകൊണ്ടാണ്? കപ്പാസിറ്ററിൽ നിന്ന് LED ബൾബിലേക്ക് ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ്. ആ ഒരു മൊമെൻ്ററി, ഒരു പെട്ടെന്നൊരു കുറച്ച് സമയത്തേക്കുള്ള മാത്രമാണ് ആ LED ബൾബ് കത്തുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കെട്ടുപോകും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്ററിന് കുറച്ച് ചാർജ് സ്റ്റോർ ചെയ്തിട്ട് ഉണ്ടാവുള്ളൂ. ആ ചാർജ് ഉള്ള സമയം മാത്രമാണ് LED കത്തുള്ളൂ. കപ്പാസിറ്ററിൻ്റെ ചാർജ് LED കത്താനുള്ള വോൾട്ടേജ് കൊടുക്കുന്ന ആ കപ്പാസിറ്റിയിലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ LED ബൾബ് ഓഫാകും. ഇതൊക്കെയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ സെയിം സിനാരിയോ കപ്പാസിറ്ററിന് പകരമായിട്ട് ഒരു ബട്ടൺ സെല്ല് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? LED ബൾബ് കുറച്ചുകൂടി കൂടുതൽ സമയം കത്തിക്കൊണ്ടിരിക്കും. കാരണം കപ്പാസിറ്ററിനേക്കാളും കൂടുതൽ ഇലക്ട്രിക് ചാർജ് ഈ ബട്ടൺ സെല്ലിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം LEDനെ കത്തിക്കാനുള്ള കപ്പാസിറ്റി ഈ ബട്ടൺ സെല്ലിനുണ്ടായിരിക്കും. എന്താണ് കപ്പാസിറ്റർ? അത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? കപ്പാസിറ്റർ ഒരു ഇലക്ട്രോൺ സർക്യൂട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പണൻ്റ്. അത് ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യുന്ന കോമ്പണൻ്റ് ആണ്. ആവശ്യമുള്ള സമയത്ത് സർക്യൂട്ടിലേക്ക് ഒരു കറൻറ്റ് ഫ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്യൂട്ടിൽ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ഇസ് എ കോമ്പണൻ്റ് യൂസ് ടു സ്റ്റോർ ഇലക്ട്രിക് എനർജി. അത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്തിട്ടാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. നമുക്കൊരു സിനാരിയോ തന്നിട്ടുണ്ട്. 2 ഐഡൻറ്റിക്കൽ കണ്ടെയ്നേഴ്സ് തന്നു. അതിൽ വെള്ളത്തിൻ്റെ ആദ്യത്തെ കണ്ടെയ്നറിൽ നമ്മളൊരു കളർ ആഡ് ചെയ്തു. വെള്ളം ഇവിടെ നിന്ന് ബിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെള്ളം നിറച്ച ഒരു ട്യൂബ് നമ്മൾ ഇത് രണ്ടിനും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഈ 2 കണ്ടെയ്നറും സെയിം ലെവലിലാണ് ഈ സിനാരിയോ. ഈ കേസിൽ ഇതിൽ നിന്ന് വെള്ളം എയിൽ നിന്ന് ബിയിലേക്ക് പോകുമോ? ഇല്ല. ബിക്കോസ് രണ്ടും സെയിം വാട്ടർ ലെവലിലാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ട്രാൻസ്ഫർ ചെയ്യില്ല എന്ന് നമുക്കറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രണ്ടിൻ്റെയും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി സെയിം ആണോ? നമ്മൾ വർക്ക് എനർജിയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് h ഹൈറ്റിലാണെങ്കിൽ അതിൻ്റെ mgh ആണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇത് സെയിം ഹൈറ്റിലാകുമ്പോഴേക്കും രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി സെയിം ആണ്. ഇനി സെയിം സിനാരിയോയിൽ ഈ കണ്ടെയ്നർ എ കുറച്ച് പൊക്കത്തിലേക്കാക്കി, അതായത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇതിൽ കൂട്ടി. ആ സിനാരിയോയിൽ വെള്ളം ഇവിടെ നിന്ന് ബിയിലേക്ക് പോകുമോ? യെസ്. വെള്ളം പോയിട്ട് നമുക്ക് കളർ ചേഞ്ച് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അതെന്തുകൊണ്ടാണ്? വാട്ടർ ഫ്ലോസ് ഫ്രം കണ്ടെയ്നർ എ ടു ബി അൺടിൽ വാട്ടർ ലെവൽ ബിക്കംസ് ഈക്വൽ. രണ്ടിലെയും വാട്ടർ ഇതിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് പോയി രണ്ടിൻ്റെ വാട്ടർ ലെവൽ സെയിം ലെവലിലാകുന്നത് വരെ വെള്ളം പോകും. രണ്ടും സെയിം ലെവലായ ആ വാട്ടർ ഫ്ലോ നിൽക്കും. വാട്ടർ ഫ്ലോസ് ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ. ഇത് നമ്മളുടെ സിനാരിയോ 2ൻ്റെ ഒരു എക്സ്റ്റൻഷൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് എയിൽ നിന്നും ബിയിലേക്ക് വാട്ടർ ഫ്ലോ നടത്തണമെങ്കിൽ ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ടാകണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ മനസ്സിലാക്കി. ഇനി വൺസ് ഇത് ട്രാൻസ്ഫർ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ലെവൽ ഒരുപോലെ ആകും. അപ്പോൾ വീണ്ടും ട്രാൻസ്ഫർ നടക്കില്ല. എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു തുടർച്ചയായ എയിൽ നിന്നും ബിയിലേക്കുള്ള തുടർച്ചയായ വാട്ടർ ഫ്ലോ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ
ഒരു പുറമേ നിന്ന് ഒരു എക്സ്റ്റേണലായിട്ട് ഒരു പമ്പ് ഉപയോഗിച്ച് ബിയിൽ നിന്ന് ഈ വരുന്ന വെള്ളം, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് വരുന്ന അതേ റേറ്റിൽ ഈ പമ്പ് ബിയിൽ നിന്ന് വെള്ളം എയിലേക്ക് തിരിച്ചൊഴുക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ലെവൽ എപ്പോഴും ഈ ഒരു ലെവൽ ഡിഫറൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് രണ്ടാമത്തെ കാര്യം. ആദ്യം ലെവൽ ഡിഫറൻസ് വേണം, ആ ലെവൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക വേണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ആ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രിക് സോഴ്സ് എക്സ്റ്റേണലായി നമ്മൾ ഉപയോഗിക്കണം. ഈ ഇത് പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ട് പറഞ്ഞ ഈ കാര്യങ്ങൾ രണ്ടും നമ്മൾ കറൻറ്റിൻ്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും. ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് തിരിച്ച് വെള്ളം ഒഴുക്കുക. ആദ്യം ലെവൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ആകണം. അത് കഴിഞ്ഞിട്ട് ലെവൽ ഡിഫറൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താൻ വേണ്ടി വെള്ളം തിരിച്ചെടുക്കുക. അതിനുവേണ്ടി ഒരു എക്സ്റ്റേണലായിട്ട് ഒരു എനർജി സോഴ്സ് ഉപയോഗിക്കുക. നമ്മൾ മനസ്സിലാക്കി. വാട്ടറിൻ്റെ കേസിൽ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് പോകുന്നത്. ഇവിടെ നോക്കുക, ഒരു അയൺ റോഡ് നമ്മൾ ചൂടാക്കുമ്പോൾ ഈ സൈഡാണ് ഫസ്റ്റ് ചൂടാകുന്നത്. ഈ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ടെമ്പറേച്ചർ ചൂട് കൂടി വരുന്നു. അപ്പോൾ ഇവിടെയും ഹയർ ടു ലോവർ ആണ് ഹീറ്റിൻ്റെ കേസിലും ട്രാൻസിഷൻ നടക്കുന്നത്. ഇനി എയറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ട്യൂബിൽ നമ്മൾ ഹൈ പ്രഷറിൽ എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസൈഡ് ട്യൂബ് നല്ല പ്രഷറായിരിക്കും, ഔട്ട്സൈഡ് ട്യൂബ് കുറവായിരിക്കും. ഇനി ഈ വാൽവ് നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എയർ ഫ്ലോ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ കേസിലും എയർ ഫ്ലോസ് ഫ്രം ഹയറിന് ലോവർ ലെവലിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ ഈ എക്സ്പ്ലെയിൻ ചെയ്ത ഈ സിനാരിയോസ് എല്ലാനും കറൻറ്റിൻ്റെ ഫ്ലോയിൽ എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഈ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഇലക്ട്രിക് സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സ്വിച്ച് ക്ലോസ് ചെയ്താൽ ബൾബ് കത്തുമോ? അതാണ് ക്വസ്റ്റ്യൻ. ഇല്ല. കാരണം ഇവിടെ സർക്യൂട്ടിൽ എനർജി സോഴ്സ് ഒന്നുമില്ല. ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ബൾബ് കത്തുള്ളൂ. അതിനുള്ള സാഹചര്യം ഈ സർക്യൂട്ടിനില്ല. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഈവൻ ഇഫ് സ്വിച്ച് ക്ലോസ് ചെയ്താലും ബൾബ് കത്തില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാം എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി വർക്ക് എനർജിയിൽ പഠിച്ചു. അതായത് ഒരു ഹൈറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അതിൻ്റെ ഹൈറ്റ് എത്രയും കൂടുന്നത് അതനുസരിച്ച് അത്രയും കൂടുതൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കി. അതുമാതിരി ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച ഒരു യൂണിറ്റ് ചാർജിൽ എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുമോ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് the potential energy acquired by a unit charge placed in an electric field. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് ജസ്റ്റ് പൊട്ടൻഷ്യൽ എന്നും അറിയും. വോൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇലക്ട്രിസിറ്റിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറയുന്നത് രണ്ട് പോയിന്റുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സി ആൻഡ് ഡി പറയണമെങ്കിൽ ഈ സിയിൽ നിന്നും ഡി വരെ വൺ ചാർജിനെ എത്തിക്കാൻ വേണ്ടി എത്ര വർക്ക് ചെയ്യണം, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടായിരുന്നു. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഈ പോയിന്റിലിരിക്കുമ്പോൾ ആ ചാർജിനുള്ള ആ എനർജി പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ആ പോയിന്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യലായിട്ട് സി എന്ന് പറയുന്നത്. ഇനി ഡിയിലുള്ളതും ഇലക്ട്രിക് പൊട്ടൻഷ്യലായിട്ട് ഡി. ഈ രണ്ടും ഒന്ന് ആണെങ്കിൽ ലെവൽ വ്യത്യാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിലൂടെ കറണ്ട് ഫ്ലോ നടക്കില്ല. ഈ സിക്കും ഡിക്കും ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് സർക്യൂട്ടിലുള്ള കറണ്ട് ഫ്ലോ നടക്കുകയുള്ളൂ. അത് മനസ്സിലാക്കാൻ നമുക്ക് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത സിനാരിയോ, ഈ രണ്ട് ലെവലും സെയിം ആണെങ്കിൽ വാട്ടർ ട്രാൻസ്ഫർ നടക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലെവൽ ഡിഫറൻസ് കൊടുത്തു. ഹൈറ്റ് ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തത്. വാട്ടർ ഫ്ലോ നടന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലെവൽ സെയിം ആയി കഴിഞ്ഞപ്പോഴേക്കും വാട്ടർ ഫ്ലോ നടന്നില്ല. അപ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്റ്റേണലായിട്ടൊരു പമ്പ് ഉപയോഗിച്ച് ഈ വെള്ളത്തിനെ പിന്നെ നമ്മൾ തിരിച്ച് എയിലേക്ക് തിരിച്ചൊഴുക്കുകയും അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ഫ്ലോ സംഭവിച്ചു. അതേ കൺസെപ്റ്റിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ആ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇലക്ട്രിക് സോഴ്സ് അല്ലെങ്കിൽ ബാറ്ററി അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സിക്കും ഡിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്
മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതിലെ കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ ദം. ഒരു എനർജി സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എത്രയാണ് ആ എനർജി സോഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, സപ്ലൈ ചെയ്യാൻ പറ്റിയ ആ ചാർജ്, അതിനനുസരിച്ചിട്ടാണ് ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ വോൾട്ടേജ് എന്നും അറിയും. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത് ഒരു വോൾട്ട് മീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട്. നോക്കൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ചാർജ്. അതായത് ഈ പോയിന്റ് സിക്കും ഡിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് എന്ന് പറയണമെങ്കിൽ 1 കുളുംബ് ചാർജിനെ സിയിൽ നിന്നും ഡിയിലേക്ക് എത്തിക്കാനുള്ള വർക്ക് ഡൺ 1 ജൂൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് എന്നും അറിയപ്പെടും. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം, ചാർജ്. വർക്ക് ഡൻ്റെ ജൂള്, ചാർജിൻ്റെ യൂണിറ്റ് കുളുംബ്, ജൂൾ പെർ കുളുംബ്. ജൂൾ പെർ കുളുംബിനെ ഓൾസോ വോൾട്ട് എന്നും അറിയും. വോൾട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എനർജി സോഴ്സ് ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോൾ അതിൻ്റെ ടെർമിനലുകൾക്ക് ഇടയിലുള്ള വോൾട്ടേജ്, അതാണ് EMF എന്ന് പറയുന്നത്. EMF അത് ഓപ്പൺ സർക്യൂട്ടിൽ ആയിരിക്കുമ്പോൾ അതാണ് അതിൻ്റെ മാക്സിമം ആയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ടെർമിനൽസിന് ഇടയിലുള്ള മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ കേസിൽ 2 പോയിൻ്റ് ഓർക്കുക. ഓപ്പൺ സർക്യൂട്ടിലായിരിക്കണം. EMF എന്ന് പറഞ്ഞാൽ എനർജി സോഴ്സിൻ്റെ മാക്സിമം തരാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇനി നമ്മൾ ബാറ്ററി, ബട്ടൺ സെൽ, സോളാർ സെൽ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ്, അതാണ് നമ്മുടെ എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കാറ്. സാധാരണ കേസിൽ വോൾട്ട് ഉപയോഗിച്ചിട്ടാണ് EMF മെഷർ ചെയ്യുന്നത്. ബിക്കോസ് EMF എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ വോൾട്ട് ഇസ് എ യൂണിറ്റ്. സോഴ്സസ് ഓഫ് EMF തന്നിട്ടുണ്ട്. ഓരോ കേസിലും എനർജിയുടെ കൺവേർഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോർച്ച് സെൽ, ഡ്രൈ സെല്ലിൽ കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആവുന്നത്. ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ബട്ടൺ സെല്ലിൽ കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. സോളാർ സെല്ലിൽ ലൈറ്റ് എനർജി, അതായത് സോളാർ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നത്. വോൾട്ട സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ട സെല്ല് ഏർലി ഡേയ്സിൽ EMF ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഡിവൈസാണ്, സെല്ലാണ്. അലസാൻഡ്രോ വോൾട്ടയാണ് ഈ ഡിവൈസ് ഡിസൈൻ ചെയ്തത്. ഇത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ, ഇലക്ട്രോലൈറ്റ്, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, സിങ്കും കോപ്പർ. സിങ്കാണ് ഇവിടെ ആനോഡ്, കോപ്പർ കാത്തോഡ്. സിങ്ക് ആനോഡിൽ സിങ്കിന് ഓക്സിഡേഷൻ നടക്കും. Zn2+ അയോൺസായി ഇലക്ട്രോലൈറ്റിലെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ZnSO4 ആയി മാറും. ഈ പുറപ്പെടുന്ന ഈ 2 ഇലക്ട്രോൺ കോപ്പറിലേക്ക് വരും. ഇനി ഇവിടെയുള്ള ഹൈഡ്രജൻ H+, ഇവിടെ നിന്നുള്ള ഈ 2 ഇലക്ട്രോൺ ഇവിടെ എത്തുന്ന അതുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജനായിട്ട് മാറും. അതാണ് ഇലക്ട്രോലൈറ്റിലെ റിയാക്ഷൻ. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഇലക്ട്രോൺ ഫ്ലോ ആണ് നടക്കുന്നത്. അങ്ങനെയാണ് ഈ കംപ്ലീറ്റ് സർക്യൂട്ട് നടന്നിട്ട് സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ആണ് നടക്കുന്നത്. കൺവെൻഷണലായി കോപ്പറിൽ നിന്ന് കറണ്ട് ഫ്ലോ നടക്കുന്നത് കോപ്പർ ടു സിങ്ക് ആയിരിക്കും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഫർദർ പഠിക്കാം. പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്രൈമറി സെൽ അത് നോൺ റീചാർജബിൾ ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആണ്. കെമിക്കൽ എനർജിയാണ് ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നോൺ റീചാർജബിൾ ആയത് കാരണം നമുക്കതിനെ 1 ടൈം യൂസാണ്, റീയൂസ് ചെയ്യാൻ പറ്റില്ല. കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി വരുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കുറച്ച് കഴിയുമ്പോൾ കുറയുന്നതിന് അനുസരിച്ചിട്ട് ഈ പ്രൈമറി സെൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ അളവും കുറയും. അതാണ് പ്രൈമറി സെൽ. എക്സാമ്പിൾ ഡ്രൈ സെൽ, ആൽക്കലൈൻ സെൽ, മെർക്കുറി സെൽ. സെക്കൻഡറി സെൽസ് എന്താണ്? എക്സാമ്പിൾ പറയുക. സെക്കൻഡറി സെൽസ് നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ സെൽസും ബാറ്ററീസൊക്കെ സെക്കൻഡറി സെൽസിലാണ്. വൺസ് ചാർജ് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചാർജ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് സെൽസ് എന്നും ബാറ്ററീസ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. 1 or more സെൽസ് ഉപയോഗിച്ച്
ഒരു സിംഗിൾ എനർജി സോഴ്സ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ മൊബൈൽ ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററി. ഇവിടെ എല്ലാം വൺസ് ചാർജ് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ സെക്കൻഡറി സെൽസ് ആണ്. ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇത് മെഷർ ചെയ്യുന്നത് ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ചു. സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യും, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. അങ്ങനെയാണ് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ഈ ടേബിളിൽ പറയുന്നു കുറച്ച് നോർമലി ഉപയോഗിക്കുന്ന സെല്ലുകളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ടേബിളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ സെൽസ്, ഒരു കോമ്പിനേഷൻ ഓഫ് സെൽസ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. സീരീസ് കണക്ഷൻ ഓഫ് സെല്ല് എക്സ്പ്ലെയിൻ ചെയ്യുക. സെൽസ് സീരീസ് കണക്ഷനിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു സെല്ലിൻ്റെ അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നെക്സ്റ്റ് സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ എത്ര നമ്പർ ഓഫ് സെൽസ് നമുക്കിങ്ങനെ സീരീസ് ഫോമിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കറണ്ട് ഇങ്ങനെ സീരീസ് കണക്ഷനിൽ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്ത് സർക്യൂട്ടിൽ ഇങ്ങനെ വന്ന് നെഗറ്റീവിൽ വരുമ്പോൾ സെയിം കറണ്ട് ഈച്ച് സെല്ലിൽ കൂടെ പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. അതാണ് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത. ഇനി ഇതിൽ ഇൻഡിവിജ്വൽ സെൽസിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സമ്മായിരിക്കും നമുക്ക് ഇഫക്റ്റീവായിട്ട് ഇവിടെ കിട്ടുന്നത്. 1.5 അപ്പോൾ 4.5 ഇഫക്റ്റീവായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യാം സീരീസ് കണക്ഷനിൽ. ഇനി നമുക്ക് കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യേണ്ടതിൻ്റെ കേസിലാണ് നമ്മൾ സെൽസ് സീരീസ് ഫോമിൽ കണക്ട് ചെയ്യുന്നത്. നമുക്ക് എത്രയോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണ്ടേ അതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് സെൽസ് കൂട്ടിക്കൊടുത്താൽ മതി. സീരീസ് കണക്ഷൻ്റെ എക്സാമ്പിളാണ് ടി വിയിലുള്ള റിമോട്ട് കൺട്രോൾ, ഫ്ലാഷ് ലൈറ്റ്, ഓട്ടോമൊബൈൽ ബാറ്ററീസ് എക്സെട്ര. അവിടെയെല്ലാം സെൽസ് സീരീസ് ഫോമിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സെൽസ് എങ്ങനെയാണ് പാരലൽ കണക്ഷൻ നടത്തുന്നതെന്ന് നോക്കാം. ഇവിടെ പാരലൽ കണക്ഷൻ നടത്തുമ്പോൾ ഓരോ സെല്ലുകളുടെയും പോസിറ്റീവ് ടെർമിനൽസ് എല്ലാം നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യും, നെഗറ്റീവ് ടെർമിനൽസ് എല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഈ പോയിന്റിൽ നിന്നാണ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത്. എല്ലാ സെൽസും പാരലലിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഇവിടെ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി ഈ രണ്ട് പോയിന്റുകൾക്കും ഇടയിൽ നമുക്ക് കിട്ടുന്നത്. ഈ കേസിൽ പാരലൽ കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറേ നേരത്തേക്ക് കറണ്ട് ഫ്ലോ വേണം, വോൾട്ടേജ് കൂട്ടാതെ തന്നെ കുറേ നേരത്തേക്ക് കറണ്ട് ഫ്ലോ വേണം. എന്നുള്ള കേസിലാണ് നമ്മൾ ഈ സെൽസ് പാരലൽ രീതിയിൽ കണക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പവർ ബാങ്ക്സ് ഫോർ മൊബൈൽ ചാർജസിനൊക്കെ പവർ ബാങ്ക് യൂസ് ചെയ്യുമല്ലോ, അതിൽ സെൽസ് ഇങ്ങനെ പാരലലിയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ കുറച്ച് വോൾട്ടേജ് മതി, പക്ഷേ ഇത് കുറേ നേരത്തേക്കുള്ള കറണ്ട് ഫ്ലോയ്ക്ക് സപ്പോർട്ട് കൊടുക്കും. ലാപ്ടോപ്പ് ബാറ്ററീസ്, ഇലക്ട്രിക്കൽ വയറിംഗ്, പെർട്ടിക്കുലർലി ഇൻ ദ ലൈറ്റിംഗ് സിസ്റ്റം അറ്റ് ഹോം, വീട്ടിലെ ലൈറ്റിംഗ് സിസ്റ്റം എല്ലാം ഇങ്ങനെ പാരലൽ ലൈൻസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് പാരലൽ കണക്ഷൻ ഓഫ് സെൽസ്. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ഒരു സെല്ലിൻ്റെ അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും കിട്ടില്ല. ഇങ്ങനെ സെല്ല് കണക്ട് ചെയ്യുന്നത് ഇൻകറക്റ്റ് വേ ആണ്. ഇനി നമുക്ക് സെല്ലുകൾ സീരീസിൽ കണക്ട് ചെയ്യുന്നിട്ടുള്ള 1-2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, 4 സെല്ലുകൾ തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ചാർജ് 1.5 വോൾട്ടാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടാൻ നമുക്കിതിനെ സീരീസിൽ കണക്ട് ചെയ്യാം. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ. ഇനി ഇത് വെച്ചുണ്ടാക്കുന്ന മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മുടെ കയ്യിൽ 4 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ ചാർജ് 1.5. അപ്പോൾ 4 × 1.5 6 വോൾട്ടാണ് മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇത് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 6 ഐഡൻറ്റിക്കൽ സെൽസ് സീരീസിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തത് വോൾട്ടേജ് ഇഫക്റ്റീവ് വോൾട്ടേജ് 9 വോൾട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EMF ഓഫ് 1 സെൽ എന്താണ്? നമുക്ക് ഇതുപോലെ നമ്പർ ഓഫ് സെൽസ് ഇൻറ്റു ഒരെണ്ണത്തിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഇഫക്റ്റീവായിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ 6 × EMF ഓഫ് 1 സെല്ലാണ് 9.
അപ്പോൾ EMF 1 cell is equal to 9/6 1.5 volt. ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ചില സേഫ്റ്റി മെഷേഴ്സ്. ബാറ്ററി ഒരിക്കലും ഷോർട്ട് സർക്യൂട്ട് ചെയ്യരുത്. അതായത് പോസിറ്റീവും നെഗറ്റീവും ഒരു കണ്ടക്ടർ ഉപയോഗിച്ച് ഇങ്ങനെ ഷോർട്ട് ചെയ്യാൻ പാടില്ല. ബാറ്ററി വായിലോ ഒന്നും വെക്കാൻ പാടില്ല. ഓവർ ഹീറ്റായ ബാറ്ററി ഉപയോഗിക്കാൻ പാടില്ല. വെള്ളവുമായും തീയുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരാൻ പാടില്ല. ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ചില മെറ്റീരിയൽസ് നിക്കൽ, കാഡ്മിയം, ലെഡ് അതെല്ലാം ഭയങ്കര ഹാംഫുൾ മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് ബാറ്ററി ഒരിക്കലും നമ്മൾ വെറുതെ വലിച്ചെറിയാൻ പാടില്ല. കെയർഫുള്ളായി തന്നെ അത് ഡിസ്പോസ് ചെയ്യണം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഫ്ലോ എങ്ങനെയാണ് ഒരു കണ്ടക്ടറിലൂടെ സാധ്യമാകുന്നതെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു കണ്ടക്ടറിൽ കുറേ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. അതാണ് കണ്ടക്ടറിലൂടെയുള്ള കറൻറ്റ് ഫ്ലോനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കണ്ടക്ടർ നമ്മൾ ഒരു എനർജി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഈ എൻഡിലും ഒരു ഇലക്ട്രോൺസിൻ്റെ ഒരു പുഷ് അനുഭവപ്പെടും. നെഗറ്റീവ് സൈഡിൽ അനുഭവപ്പെടുന്ന പുഷ് ഇത് നെഗറ്റീവ് ആണ്, സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ്. ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ചാർജും നെഗറ്റീവാണ്. അപ്പോൾ അത് തമ്മിൽ റിപ്പൽ ചെയ്യും. ആ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ റിപ്പൽ ചെയ്ത് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വരുമ്പോഴേക്കും ഈ പോസിറ്റീവ് ടെർമിനൽ വരെ അത് ട്രാവൽ ചെയ്ത് വരും. ഇനി കണ്ടക്ടറിൻ്റെ അടുത്ത എൻഡാണ് ഈ ഭാഗം. ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ വരെ എത്തിയ ആ ഫ്രീ ഇലക്ട്രോൺ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്റ്റ് ആണ്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലേക്കുള്ള ആ ഇലക്ട്രോൺ ഫ്ലോ നടന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് വന്നിട്ടാണ് കറൻറ്റ് ഫ്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഒരു ഇലക്ട്രോൺ ഫ്ലോ കണ്ടക്ടറിലൂടെ നടന്നിട്ടാണ് കറൻറ്റിനെ ഫ്ലോ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. ഇലക്ട്രോൺസ് ഫ്ലോ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ വരുന്നത്. കൺവെൻഷനലി നമ്മൾ കറൻറ്റ് ഫ്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പറയുന്നത്. ഇലക്ട്രോൺസ് നെഗറ്റീവ് ടു പോസിറ്റീവ് വരുമ്പോഴേക്കും കറൻറ്റ് ഫ്ലോ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ഇലക്ട്രിക് കറൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുമ്പോൾ. ഒരു സോഴ്സ് ഓഫ് EMFൽ നമ്മൾ കണ്ടക്ടർ കണക്ട് ചെയ്ത് സർക്യൂട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ കറൻറ്റ് ഫ്ലോ നടക്കും. ഈ സർക്യൂട്ടിലൂടെ എത്ര ചാർജാണ് ഫ്ലോ ചെയ്തത് യൂണിറ്റ് ടൈമിൽ, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടലി എത്ര ചാർജ് ഫ്ലോ ചെയ്തു ആ സമയം ഒരു യൂണിറ്റ് ടൈമിൽ. അപ്പോൾ Q/T ടോട്ടൽ ചാർജ് ബൈ ടൈമാണ് ഇലക്ട്രിക് കറൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യൂണിറ്റ് കുളംബ് ബൈ സെക്കൻഡ്. അതിന് നമ്മൾ ആംപിയർ എന്നും പറയും. ആംപിയറാണ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ്. സ്മോളർ യൂണിറ്റാണ് മില്ലി ആംപിയറും മൈക്രോ ആംപിയറും. ഇനി നമുക്ക് ഒന്ന് രണ്ട് ന്യൂമറിക്കൽസ് നോക്കാം. 10 കുളംബ് ചാർജാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് ഇൻ 5 സെക്കൻഡ്. കറൻറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് കറൻറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. ചാർജ് തന്നിട്ടുണ്ട് 10 കുളംബ് 5 സെക്കൻഡ്. 10/5 2 ആംപിയർ. ദ കറൻറ്റ് ഈസ് 2 ആംപിയർ. നെക്സ്റ്റ് പ്രോബ്ലം. കറൻറ്റ് 1.5 ആംപിയർ ആണ് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ടൈം 3 സെക്കൻഡാണ്. ആ കേസിൽ എത്ര ചാർജാണ് ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്തെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആംപിയറും കറൻറ്റും തന്നിട്ടുണ്ട്, സെക്കൻഡും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. ഇലക്ട്രിക് കറൻറ്റ് 1.5 ആംപിയർ, ടൈം 3 സെക്കൻഡ്. ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈമാണ്. അപ്പോൾ ചാർജാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചാർജ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് കറൻറ്റ് ഇൻറ്റു ടൈം. 1.5 × 3 4.5 കുളംബ്. The quantity of electric charge is 4.5 coulomb. ലിവിങ് ഓർഗാനിസംസിലുള്ള ഇലക്ട്രിക് സിഗ്നൽസിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. നമ്മുടെ ബ്രെയിൻ, ഹാർട്ട് അതെല്ലാം ഇലക്ട്രിക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിലുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും എത്തുന്നത് ഇലക്ട്രിക് സിഗ്നലിൻ്റെ രൂപത്തിലാണ്. അതുമാതിരി ഹാർട്ട് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും സൈനസ് നോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് സിഗ്നലാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ഈൽ 600 വോൾട്ട് വരെയുള്ള ഇലക്ട്രിക് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഇരകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
അമ്മീറ്റർ എന്നാൽ എന്താണ്? ക്ലാമ്പ് അമ്മീറ്റർ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അമ്മീറ്റർ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് അമ്മീറ്റർ. അമ്മീറ്ററിൻ്റെ റീഡിംഗ് ഇപ്പോൾ 1 ആംപിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സർക്യൂട്ടിലൂടെ 1 കുളുമ്പ് ചാർജ് 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇനി ക്ലാമ്പ് അമ്മീറ്റർ, അത് ഈ സാധാരണ അമ്മീറ്റർ നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്തു വെച്ചിട്ടാണ് അതിൻ്റെ റീഡിംഗ് എടുക്കണേ. പക്ഷേ ക്ലാമ്പ് അമ്മീറ്റർ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ഭാഗമായി കണക്ട് ചെയ്യണ്ട. ആ സർക്യൂട്ടിൽ ഒന്ന് എക്സ്റ്റേണലി നമ്മളൊന്ന് ക്ലാമ്പ് ചെയ്തിട്ട് അതിൻ്റെ റീഡിംഗ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഹൈ കറണ്ട് ഫ്ലോ ഉള്ള സമയത്തിലെല്ലാം അമ്മീറ്റർ, ഈ ക്ലാമ്പ് അമ്മീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് സാധാരണ അമ്മീറ്ററിനേക്കാൾ നിന്ന് വ്യത്യസ്തമായി ഈ കറണ്ട് ഫ്ലോ നടക്കുന്ന ആ സർക്യൂട്ടിൻ്റെ ഫലമായി മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു ടെക്നിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാമ്പ് അമ്മീറ്ററിൻ്റെ റീഡിംഗ് എടുക്കുന്നത്. സർക്യൂട്ട് ഡയഗ്രാം. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? സർക്യൂട്ട് ഡയഗ്രാം എന്താണ്? അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു എനർജി സോഴ്സ് ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ സാധ്യമാക്കുന്നതിനുള്ള ഈ അറേഞ്ച്മെൻറ്റ്, ഇതാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ബൾബ് ബാറ്ററിയായി കണക്ട് ചെയ്ത് അതിനെ കറണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്വിച്ചും വെച്ചിടും. സ്വിച്ച് ഉണ്ടായാലും ഇല്ലെങ്കിലും, അതായത് എനർജി സോഴ്സും ഡിവൈസും കറണ്ട് ഫ്ലോ സാധ്യമാകുന്ന വിധത്തിൽ കണക്ട് ചെയ്തു. അതാണ് ഇലക്ട്രിക് സർക്യൂട്ട്. ഇനി സർക്യൂട്ട് ഡയഗ്രാം, ഈ ഇത്തരത്തിലുള്ള ഈ ഇലക്ട്രിക് സർക്യൂട്ടിനെ നമ്മൾ സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. സെല്ല് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ, ബൾബ് ഡിവൈസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ, സ്വിച്ചിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ. ഇനി ഈ ടേബിളിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ ഉപയോഗം ഓരോന്നും, സെല്ലെന്ന് പറഞ്ഞാൽ ബാറ്ററി ഓർ സെൽ നമുക്ക് എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സ്വിച്ചസ്, ഓണും ഓഫും കണ്ടീഷൻ, ബൾബ്, LED, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, അത് എല്ലാനും ഈ വിധത്തിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓംസ് ലോ. സ്റ്റേറ്റ് ഓംസ് ലോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓംസ് ലോ പറയുന്നത് ഒരു സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റ് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചർ ഒന്നും മാറ്റുന്നില്ല, ആ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കൂടും. അതാണ് ഓംസ് ലോ പറയുന്നത്. V is directly proportional to I. That is voltage equal to, പ്രൊപ്പോർഷണലി സൈന് നമ്മൾ ഈക്വൽ ടു വയ്ക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വയ്ക്കും. ഈ കോൺസ്റ്റൻറ്റ് R, അതാണ് ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയപ്പെടുന്നത്. V is equal to IR, അതാണ് ഓംസ് ലോ. V is the voltage, I is the current, R is the resistance. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോയിനെ തടയുന്ന സർക്യൂട്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി, അതാണ് റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ നടക്കുന്നത് ഒരു കണ്ടക്ടറിൽ കൂടെയാണല്ലോ. ഈ കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് അയോൺസും ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെ ഈ പോസിറ്റീവ് അയോൺസുമായിട്ടുള്ള കൊളീഷൻ അതിൻ്റെ സ്ലോ ചെയ്യും, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെ. അതാണ് ഈ റെസിസ്റ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടി. ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ദ ചാർജിനെ തടയുന്ന ഒരു പ്രോപ്പർട്ടി, അതാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കറൻ്റ് ആണ്. ദാറ്റ് ഈസ് വോൾട്ടേജ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു കറൻറ്റ്. ഈ പ്രൊപ്പോർഷണൽ സൈനെ നമ്മൾ ഈക്വൽ ടു വെച്ചിട്ട് മാറ്റി. അപ്പോൾ ഈ V/I അതാണ് ആ കോൺസ്റ്റൻറ്റ് വാല്യൂ. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ R, അതാണ് റെസിസ്റ്റൻസ്. ഒരു സർക്യൂട്ടിൽ കറണ്ട് അപ്ലൈ ചെയ്ത് അതിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കറണ്ട് ഫ്ലോ നടന്നു. അപ്പോൾ ഈ വോൾട്ടേജ് ബൈ കറണ്ട് എന്നുള്ളത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരു സർക്യൂട്ടിലുള്ളത്. അതിനെയാണ് അതിൻ്റെ ആ റെസിസ്റ്റൻസ്, സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ ടേം ചെയ്യുന്നത്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കറൻറ്റിന് എന്താണ് സംഭവിക്കുക? സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് R is equal to V/I ആണ്. അപ്പോൾ V പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് വോൾട്ട്,
ഐ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ, വോൾട്ട് പെർ ആംപിയർ ആണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്, അതിന് പറയുന്ന പേരാണ് ഓംസ്. വോൾട്ട് ബൈ ആംപിയർ ആണ് ഓംസ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം ആണ്. ഇതിൻ്റെ ലാർജർ യൂണിറ്റ് കിലോ ഓം, മെഗാ ഓം. ഇനി ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ കറണ്ടിന് എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V is equal to IR. അപ്പോൾ കറണ്ട് is equal to V by R. അപ്പോൾ കറണ്ടിൻ്റെ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. കറണ്ടിന് എന്ത് സംഭവിക്കും? കറണ്ട് is equal to V by R ആണ്. റെസിസ്റ്റൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ സൈഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ കുറയും. ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ കുറയുമല്ലോ. അപ്പോൾ വെൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഡിക്രീസസ്. റെസിസ്റ്റേഴ്സ്. എന്താണ് റെസിസ്റ്റേഴ്സ്? റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് കോമ്പണൻ്റ് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന് നമുക്ക് മാറ്റണം, കുറച്ച് റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കും സർക്യൂട്ടിൽ. 2 സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യും. പലതരത്തിലുള്ള വാല്യൂസിലുള്ള ടൈപ്പിലുമുള്ള റെസിസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ ഈ കളർ കോഡിംഗ് വെച്ചിട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആ പർട്ടിക്കുലർ കോമ്പണൻറ്റിന് എത്ര റെസിസ്റ്റൻസ് ആ സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പറ്റും അത് അതിൻ്റെ കളർ കോഡിംഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാകും. ഒരു മൾട്ടിമീറ്റർ എന്ന ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ. ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആ കണ്ടക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് ഭയങ്കര കുറവായിരിക്കും, റബ്ബറിന് വളരെ കൂടിയ റെസിസ്റ്റൻസ് ആയിരിക്കും. അങ്ങനെ മെറ്റീരിയലിനെ അനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാകും. അടുത്ത ഫാക്ടറാണ് ലെങ്ത്ത്. കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. തേർഡ് ഫാക്ടറാണ് ക്രോസ് സെക്ഷണൽ ഏരിയ. കണ്ടക്ടറിൻ്റെ ആ തിക്നെസ് അല്ലെങ്കിൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ സാധാരണയായിട്ട് കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ലാസ്റ്റ് ഫാക്ടർ, ഇംപ്യൂരിറ്റീസ്. ഇംപ്യൂരിറ്റീസ് ഉള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കൊരു സിനാരിയോ തന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ്, 3 കണ്ടക്ടേഴ്സ്, എല്ലാത്തിൻ്റെ ലെങ്ത്ത് സെയിം ആണ്. ആദ്യത്തെ 2 നിക്രോം വെച്ചിട്ട് ലാസ്റ്റത്തെ കോപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിഡിൽ വൻ്റെ തിക്നെസ് മറ്റേതിൻ്റെ 2നേക്കാളും ഡബിളുമാണ്. ഇനി നമുക്ക് റെസിസ്റ്റൻസ് കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, നിക്രോം ഓർ കോപ്പർ, അതിന് റെസിസ്റ്റൻസ് കൂടുതലുള്ളത് ഏതാണ്? നിക്രോം. ഈ സിറ്റുവേഷനിൽ അമീറ്റർ റീഡിംഗ്, ഈ 3 സിറ്റുവേഷനിലും അമീറ്റർ റീഡിംഗ് ഏറ്റവും കുറവ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ഈ സർക്യൂട്ട് CD-യിൽ കണക്ട് ചെയ്യുമ്പോഴാണ്. ബിക്കോസ് ഇവിടെ നിക്രോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, റെസിസ്റ്റൻസ് നല്ല കൂടുതലാണ്, അപ്പോൾ തിക്നെസ്സും കുറവ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്താണ് കുറവ് കറണ്ട് ഉണ്ടാവുക. ഇനി ദ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുന്നത്? കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും, കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. കാരണം തിക്നെസ് കൂടുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം ഫ്രീ ഇലക്ട്രോൺസിന് ഈസി പോസിബിൾ ആണ്. അപ്പോൾ നാച്ചുറലി റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ കുറയും. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയോസ്റ്റാറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഈ സ്ലൈഡിംഗ് മൂവ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെസിസ്റ്റൻസ് സർക്യൂട്ടിലേക്ക് വരുന്നതിനെ കൺട്രോൾ ചെയ്തിട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുകയാണ് റിയോസ്റ്റാറ്റ് ചെയ്യുന്നത്. ഇവിടെ റിയോസ്റ്റാറ്റ് വേരിയബിൾ റെസിസ്റ്റൻ ആണ്. ഒരു റെസിസ്റ്റൻസിൻ്റെ ആ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുവാണ് റിയോസ്റ്റാറ്റിൽ നടക്കുന്നത്. ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൺട്രോൾഡ് ആകും. ഇൻ ടേൺ കറൻറ്റ്, സർക്യൂട്ടിലുള്ള കറൻറ്റിനെ ഫ്ലോയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. റിയോസ്റ്റാറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന 2 വിധത്തിൽ റെപ്രസെൻ്റ് ചെയ്യും. സാധാരണ നമ്മൾ റെസിസ്റ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നതിൻ്റെ മേലെ ഒരു ആരോ മാർക്ക്, അതായത് അത് വേരിയബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. റിയോസ്റ്റാറ്റിൻ്റെ പ്രിൻസിപ്പിൾ ക്ലിയറായി മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു കേസിൽ കറൻറ്റ് വന്നു, ഫസ്റ്റ് ടേണിലുള്ള റെസിസ്റ്റൻസ് വന്നു, സെക്കൻഡ് ടേണിലുള്ള റെസിസ്റ്റൻസും സർക്യൂട്ടിൽ വന്നു, തേർഡ് ടേണിൽ വന്നു, ഫോർത്ത് ടേൺ
ഫോർത്ത് ടേണിലേയും കൂടി വന്നിട്ട് ഇത്രയും റെസിസ്റ്റൻസ് ആണ് വന്നിട്ട് പിന്നെ ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കുന്നില്ല. ഈ ഭാഗത്ത് ഈ 3 റെസിസ്റ്റൻസിൻ്റെ ഇതും സർക്യൂട്ടിൽ ഇഫക്റ്റീവ് അല്ല. ഈ പോയിന്റിലെത്തുമ്പോൾ ഈ സ്ലൈഡിങ് ബാർ ഇവിടെ നിൽക്കുമ്പോൾ കറണ്ട് പിന്നെ ഫ്ലോ ചെയ്യുന്നത് ഈ ഫ്രീ ഫ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഈ 4 ടേൺസിൻ്റെ വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഈ സിനാരിയോയിൽ സർക്യൂട്ടിൽ വരുന്നത്. ഇങ്ങനെ ഈ സ്ലൈഡിങ് മൂവ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിയോസ്റ്റാറ്റ് കൺട്രോൾ ചെയ്യുന്നത് റെസിസ്റ്റൻസിനെ. നമ്മളുടെ അടുത്ത ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, ഒരു റിയോസ്റ്റാറ്റ് അതിന് 100 ടേൺസ് ഉണ്ട്. ഒരു ടേണിൻ്റെ റെസിസ്റ്റൻസ് 0.15 ഓം ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ റിയോസ്റ്റാറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസിൻ്റെ റേഞ്ച് എന്തൊക്കെയാണ്. പിന്നെ ഒരു നമ്പർ ഓഫ് 2-3 റീഡിങ്സ് തന്നിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് വാല്യൂ നമ്മുടെ ഈ ഗിവൺ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം റേഞ്ച്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് 100 ആണ്. ഒരു ടേണിൻ്റെ റെസിസ്റ്റൻസ് 0.15 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു ടേണിന് 0.15 കൊടുക്കാൻ പറ്റും. അപ്പോൾ ലോവർ റേഞ്ച് 0.15 എന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 100 ടേൺസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 15. സോ 0.15 to 15 ഓം ആണ് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസിൻ്റെ റേഞ്ച്. ഇനി നമുക്ക് 2-3 റീഡിങ്സ് തന്നിട്ടുണ്ട്. 3, 7, 4 and 8. ഈ റീഡിങ്സൊക്കെ നമുക്ക് അത്ര റെസിസ്റ്റൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇതിൽ. നമുക്ക് ആകെ നമ്മൾ നോക്കേണ്ടത് 0.15ൻ്റെ മൾട്ടിപ്പിൾസ് മാത്രമാണ് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്നത് 0.15ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. വാല്യൂനെ 0.15 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഒരു പ്രോപ്പർ ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 0.15 ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ 4 മാത്രമാണ് 0.15ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തത്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡെസിമൽ നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് പ്രോപ്പർ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് നമ്മുടെ ഈ 4 മാത്രമാണ് ഈ പെർട്ടിക്കുലർ റിയോസ്റ്റാറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. 4 ബൾബ് 2 എണ്ണം ഒരു S1 S2 ആയിട്ട് കണക്ട് ചെയ്ത് ഇത് സീരീസിലും ഇത് പാരലൽ ഫോമിലും ഈ 3 വോൾട്ട് സെല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സിനാരിയോ, ഈ 2 സർക്യൂട്ടിലും S1 S2 കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ബൾബായിരിക്കും കൂടുതൽ, എ സർക്യൂട്ടിലാണോ ബി സർക്യൂട്ടിലാണോ കൂടുതൽ ബ്രൈറ്ററായി കത്തുക. നമുക്ക് കാണാൻ പറ്റും സർക്യൂട്ട് ബിയിലാണ് ബൾബ് നല്ല ബ്രൈറ്ററായിട്ട് കത്തുക. ഇനി S1 മാത്രമാണ് നമ്മൾ ഈ രണ്ടിലും ഓൺ ആക്കുന്നതെങ്കിലോ, ഈ രണ്ടാമത്തെ സിറ്റുവേഷനിൽ അതായത് S1 മാത്രം ഓൺ, അപ്പോൾ S2 ഓപ്പൺ ആയിരിക്കുമ്പോഴേക്കും ഈ സർക്യൂട്ട് ഈ കറണ്ട് ഫ്ലോ പോസിറ്റീവ് ടു നെഗറ്റീവ് വരെ ഇങ്ങനെ വരണമെങ്കിൽ ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്, ക്ലോസ്ഡ് അല്ല. അപ്പോൾ കറണ്ട് ഫ്ലോ നടക്കില്ല, ബൾബ് കത്തില്ല. ഇനി ബി സർക്യൂട്ടിൽ ഇത് മാത്രം ക്ലോസ്ഡ് ആണല്ലോ, ഇത് സ്റ്റിൽ ഓപ്പൺ. അപ്പോൾ ഈ ഡിവൈസിലേക്ക് കറണ്ട് വരില്ല, പക്ഷേ ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഈ ക്ലോസ്ഡ് ഈ സ്വിച്ചിൽ കൂടെ വന്ന് ഈ ഡിവൈസിൽ വരിക. അപ്പോൾ ഈ ബൾബ് മാത്രം കത്തും, ഓൺലി S1 മാത്രം സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാ സ്വിച്ചസും ഓൺ ആകുന്ന ആ കേസിലും ഈ പാരലൽ സർക്യൂട്ടിലെ ബൾബിന് ബ്രൈറ്ററായി കത്താൻ പറ്റുന്നത്? കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ 3 വോൾട്ട് ഓരോ ഡിവൈസിനും ഫുള്ളായിട്ട് കിട്ടും. ഈ 3 വോൾട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഡിവൈസിന് ഫുള്ള് കിട്ടും, ഈ ഡിവൈസിന് ഫുള്ള് കിട്ടും. പാരലൽ കണക്ഷനിൽ അതാണ് സംഭവിക്കുന്നത്. ഇവിടെ സീരീസ് കണക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് ഈ 2 ഡിവൈസിനും കൂടി ഷെയർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ മാക്സിമം ഇതിൻ്റെ പകുതിയായിട്ടായിരിക്കും ഓരോന്നിനും കിട്ടുന്നുള്ളൂ. അതും അതിൻ്റെ ഓരോന്നിൻ്റെ റെസിസ്റ്റൻസിനെ അനുസരിച്ചിട്ട്. ഈക്വൽ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടിനും മാക്സിമം 1.5. അപ്പോൾ കുറച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ അത്ര ബ്രൈറ്റായിട്ട് ഈ കണക്ഷൻ സീരീസ് കണക്ഷനിൽ വരില്ല. അതാണ് എക്സ്പ്ലനേഷൻ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ്. റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്, അതാണ് നമ്മളോട് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിൽ കൊടുക്കുന്ന ഇഫക്റ്റ് ഒരു ഒറ്റ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ R1 R2ൻ്റെ കോമ്പിനേഷൻ എത്രയാണോ കറൻറ്റോ വോൾട്ടേജോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ഇഫക്റ്റാണ്
ആ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്, ആ ഒറ്റ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ സർക്യൂട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ എന്ത് ഇഫക്റ്റ് കൊടുക്കോ സെയിം ഇഫക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒറ്റ റെസിസ്റ്റൻസ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് റെസിസ്റ്റേഴ്സ് സീരീസ് ഫോമിൽ കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്കാക്കുക എന്ന് നോക്കാം. ഇവിടെ ഒരു സർക്യൂട്ടിൽ R1 R2 രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ഫോമിൽ കണക്ട് ചെയ്തു. ഒരു സെല്ലിന് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാനായിട്ട് സെല്ല് കണക്ട് ചെയ്തു. കറൻറ്റ് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, R2 വന്നു, R1 വന്നു, ബാക്ക് ടു സെല്ലിൽ വന്നു. ഇത്രയും സംഭവമാണ് ഈ സർക്യൂട്ടിൽ നടക്കുന്നത്. നമുക്കറിയാം ഈ അപ്ലൈ ചെയ്യുന്ന ഈ വോൾട്ടേജ് R1 R2 എക്രോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് വരുന്നത്. അതായത് അപ്ലൈ ചെയ്യുന്ന ആ വോൾട്ടേജ് V എന്നുള്ളത് V1 പ്ലസ് V2, R1 എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പ്ലസ് R2 എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ഇനി നമുക്കറിയാം വോൾട്ടേജ് ഇസ് ഈക്വൽ ടു IR, V ഇസ് ഈക്വൽ ടു IR ഓംസ് ലോ പറയുന്ന പ്രകാരം. അപ്പോൾ V ഇസ് ഈക്വൽ ടു IR1 പ്ലസ് IR2. V1 V2 IRൻ്റെ ഫോമിലേക്കുള്ള വാല്യൂ കൊടുത്തു. ഇനി IR ഇസ് ഈക്വൽ ടു IR1 പ്ലസ് IR2, I ഇൻറ്റു R1 പ്ലസ് R2. അതായത് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് R എന്നുള്ളത് R1 പ്ലസ് R2. നമ്മൾ റെസിസ്റ്റേഴ്സ് സീരീസ് ഫോമിൽ കണക്ട് ചെയ്യുമ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് സം ഓഫ് ദ റെസിസ്റ്റൻസസ് ആയിരിക്കും. പിന്നെ സീരീസ് ഫോമിൽ കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത് സർക്യൂട്ടിലെ. ഒരു N റെസിസ്റ്റേഴ്സ് R ഓമിലുള്ള N റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ഫോമിൽ കണക്ട് ചെയ്താൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ N ഇൻറ്റു R, ദാറ്റ് ഈസ് NR ഓം. നമ്മൾക്ക് 8 ഓം 4 ഓം ആയ റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. 6 വോൾട്ട് ബാറ്ററിയുമുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം ഈ കോമ്പണൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് സീരീസ് കണക്ഷനിൽ കണക്ട് ചെയ്തിട്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. 6 വോൾട്ട് ബാറ്ററി, അത് സീരീസ് കണക്ഷനിൽ 8 ഓമും 4 ഓമും സീരീസ് കണക്ഷനിൽ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഫ്ലോ മാർക്ക് ചെയ്യണം. ഓരോ റെസിസ്റ്റേഴ്സിൻ്റെ മേലെ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂവും എഴുതണം. 8 ഓം 4 ഓം ഇത്രയും ആണ്. എത്രയാണ് വോൾട്ട് അപ്ലൈ ചെയ്തതെന്ന് സെല്ലിൻ്റെ നേരെയും എഴുതുക. ഇത്രയുമാണ് ഒരു സർക്യൂട്ട് ഡയഗ്രാം കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടിയത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിലാവുമ്പോൾ സം ഓഫ് ദ റെസിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 8 + 4 ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 12. ഇനി കറണ്ട് ഇൻ ദ സർക്യൂട്ട് നമുക്കറിയാം V ഇസ് ഈക്വൽ ടു IR ആണ്. നമുക്ക് വോൾട്ട് തന്നിട്ടുണ്ട് 6 വോൾട്ട്. R ഈ രണ്ട് റെസിസ്റ്റൻസസും സീരീസ് ഫോമിൽ കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് 12 ആണ്. നമുക്ക് വിയും അറിയാം ആറും അറിയാം. ദെൻ I ഇസ് ഈക്വൽ ടു V/R. 6 ആണ് വോൾട്ട്, R 12. സോ 0.5 ആംപിയർ ആണ് ഈ സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റ്. നമുക്ക് ഇനിയും ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. 2 ഓം റെസിസ്റ്റൻസ് ഉള്ള 10 റെസിസ്റ്റേഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്കാക്കുക. നമുക്കറിയാം N ഇൻറ്റു R ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. N 10 ആണ്, ഒരെണ്ണത്തിൻ്റെ റെസിസ്റ്റൻസ് 2 ആണ്. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ N ഇൻറ്റു R 10 ഇൻറ്റു 2 20 ഓം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി റെസിസ്റ്റേഴ്സ് വേണം? 6 ഓമിലുള്ള റെസിസ്റ്റേഴ്സാണ് നമുക്കുള്ളത്. എത്ര എണ്ണം ചേർന്നാലാണ് നമുക്ക് ഒരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 42 ഓം വരുന്നത്? നമുക്കറിയാം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, N തന്നിട്ടില്ല. നമുക്ക് ഒരെണ്ണത്തിൻ്റെ റെസിസ്റ്റൻസ് 6 ഓം ആണെന്ന് അറിയാം. NRൻ്റെ വാല്യൂ ആണ് 42. നമുക്ക് R 6 എന്നറിയാം. N is equal to 42/6 7 resistors of 6 ohm should be connected in series to get effective resistance of 42 ohm. ഇനി നമുക്ക് നോക്കാം റെസിസ്റ്റേഴ്സ് പാരലൽ രീതിയിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന്. നമുക്കൊരു സർക്യൂട്ട് വരക്കാം. R1 R2 പാരലൽ രീതിയിൽ കണക്ട് ചെയ്ത് ഈ സെല്ലിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ കറണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ പോയിന്റിൽ എത്തുമ്പോൾ കറണ്ട് ഇവിടുന്ന് ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് ചെയ്താണ് വരുന്നത്. അതായത് വരുന്ന കറണ്ട് I അത് I1 + I2 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്കാക്കാൻ വേണ്ടി നമുക്ക് ഒരു ഇക്വേഷൻ കണക്കാക്കാം. വരുന്ന കറണ്ട് ഇസ് ഈക്വൽ ടു ഈ പോയിന്റിൽ നിന്ന് പോകുന്ന കറണ്ട് I ഇസ് ഈക്വൽ ടു I1 + I2. ഓംസ് ലോ പ്രകാരം V ഇസ് ഈക്വൽ ടു IR ആണ്. സോ I ഇസ് ഈക്വൽ ടു V/R. ആ വാല്യൂസിൻ്റെ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V/R ഇസ് ഈക്വൽ ടു V/R1 + V/R2. എല്ലാ സ്ഥലത്തും നമുക്ക് V പുറത്തെടുക്കുക, ക്യാൻസൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ 1/R = 1/R1 + 1/R2. ഇനി നമുക്ക് R1 R2 ആണ് ഈ ഭാഗത്ത് LCM ആയിട്ട് വരുന്നത്. അതനുസരിച്ചിട്ട് നമ്മൾ ഈ പാർട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് R ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ പാരലൽ ഫോം, അതിൽ R = R1 × R2 ഡിവിഷൻ R1 + R2. ഈ കാൽക്കുലേഷൻ എങ്ങനെ വരുന്നതെന്ന് ഇത് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി വെൻ കണക്റ്റഡ് ഇൻ പാരലൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് കുറയുകയാണ് ചെയ്യുന്നത്. n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഈച്ച് വിത്ത് R ഓമിലുള്ള n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് പാരലൽ രീതിയിൽ കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആകുന്നത് എന്താണ്? R/n. R ആണ് ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ്. എത്ര ഉണ്ട് പാരലൽ അത്ര അനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറഞ്ഞു വരികയാണ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത് പാരലൽ കണക്ഷനിൽ. ഇനി നമ്മൾ റെസിസ്റ്റേഴ്സ് പാരലൽ രീതിയിൽ കണക്ട് ചെയ്തിട്ട് ഒരു ന്യൂമറിക്കലാണ്. നമുക്ക് റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ഒരു ബാറ്ററിയുടെ 6 വോൾട്ടുള്ള ബാറ്ററിയും തന്നിട്ടുണ്ട്. ഇതൊരു ഒരു പാരലൽ രീതിയിൽ കണക്ട് ചെയ്യാനാണ് നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് പാരലൽ രീതിയിൽ കണക്ട് ചെയ്യുക. ഈ സെല്ലിന് ക്രോസ് ആയിട്ട് ഈ റെസിസ്റ്റേഴ്സ് പാരലൽ രീതിയിൽ കണക്ട് ചെയ്തു. ഓരോ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ, ഈ സെല്ലിൻ്റെ വോൾട്ട് അതെല്ലാനും മാർക്ക് ചെയ്തു. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. പോസിറ്റീവ് നിന്നാണ് കറണ്ട് ഫ്ലോ വരേണ്ടത്, മറക്കാൻ പാടില്ല. ഇത് I ആണ്. ഈ പോയിന്റിലെത്തുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് R1 പോകുന്ന കറണ്ടിന് നമ്മൾ I1 എന്ന് മാർക്ക് ചെയ്യണം. R2 കറണ്ടിനെ I2 എന്ന് മാർക്ക് ചെയ്യുക. ആരോ മാർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് കംപ്ലീറ്റ് സർക്യൂട്ട് ആവുന്നത്, പാരലൽ സർക്യൂട്ട്. ഇനി ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. R = R1 × R2/R1 + R2. R1 R2 നമുക്ക് തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിൽ വരുന്നത് 2 ohm ആണ്. ഇനി കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അല്ല ചോദിച്ചിരിക്കുന്നത്, ഈ I അല്ല ചോദിച്ചിരിക്കുന്നത്. I1 ഉം I2 ഉം ഈച്ച് ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വോൾട്ട് തന്നിട്ടുണ്ട് 6 വോൾട്ട്. ഈ 6 വോൾട്ട് R1 അക്രോസും 6 വോൾട്ട് ആയിരിക്കും, R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടും 6 വോൾട്ട് ആയിരിക്കും. അത് നമുക്കറിയാം, ഇത് പാരലൽ കണക്ഷൻ ആയതുകൊണ്ട്. ഇനി V = IR ആണ് ഓംസ് ലോ പ്രകാരം. ഈ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് I1 × R1. I1 × R1 ആണ് ഈ 6 വോൾട്ട്. അത് വെച്ചിട്ട് നമുക്ക് I1ൻ്റെ വാല്യൂ കിട്ടും. ഇനി ഈ ബ്രാഞ്ച് നോക്കുമ്പോൾ I2 × R2 ആണ് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. I2 × R2 എന്നുള്ളത് അതും 6 വോൾട്ടാണ്, പാരലൽ കണക്ഷൻ ഓഫ് ദ റെസിസ്റ്റേഴ്സ് ആയത് കാരണം. അതിൽ നിന്ന് I1 നമുക്ക് V/R1 6/3 2 കിട്ടി. ഇനി I2 = V/R2 6/6 2 ആംപിയർ. വാല്യൂസ് എടുത്തെഴുതിയ കറണ്ട് ത്രൂ 6 ohm റെസിസ്റ്റർ 1 ആംപിയർ, കറണ്ട് ത്രൂ 3 ohm റെസിസ്റ്റർ 2 ആംപിയർ. നമ്മുടെ വീടുകളിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസൊക്കെ സീരീസ് ഫോമിലാണോ പാരലൽ ഫോമിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത്? എന്താണ് അതിനുള്ള കാരണം? നമ്മുടെ വീടുകളിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസൊക്കെ പാരലൽ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ അപ്ലയൻസും അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ പാരലൽ കണക്ഷൻ വെച്ചിട്ട് സാധിക്കും. നമ്മൾ സീരീസ് ഫോമിൽ കണക്ട് ചെയ്താൽ കംപ്ലീറ്റ് ക്ലോസ്ഡ് സർക്യൂട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അപ്ലയൻസ് കേടായിട്ടുണ്ടെങ്കിൽ അതിൽ കറണ്ട് ഫ്ലോ അവിടെ ബ്രേക്കായും. അപ്പോൾ അത് ആ സർക്യൂട്ടിലുള്ള എല്ലാ അപ്ലയൻസിനെയും സിമിലറായി ബാധിക്കും. പാരലൽ ഫോമിലാണെങ്കിൽ ഏതാണ് ഫോൾട്ടി ആ സർക്യൂട്ടിൽ മാത്രമാണ് കറണ്ട് വരാതിരിക്കുള്ളൂ, ബാക്കി അപ്ലയൻസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ചെയ്യുന്ന ഫുൾ വോൾട്ടേജ് ഓരോ അപ്ലയൻസിനും അക്രോസ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു ഫോൾട്ടി ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായാൽ മറ്റുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കില്ല. പാരലൽ കണക്ഷൻ എഫിഷ്യൻറ്റ് കറണ്ട് ഡിസ്ട്രിബ്യൂഷനും ഓവർലോഡിങ് എല്ലാം ഒഴിവാക്കും. ഒരു ക്വിക്ക് കമ്പാരിസൺ സ്റ്റഡി. സീരീസിലും പാരലൽ ഫോമിൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് വാല്യൂസ് എങ്ങനെയാണെന്ന്. സീരീസ് ഫോമിലാകുമ്പോൾ വോൾട്ടേജാണ് ഓരോ റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത്. കറണ്ട് സെയിം കറണ്ട് ആയിരിക്കും ഓരോ റെസിസ്റ്റേഴ്സിലുള്ളത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് ഫോമിലാവുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. പാരലൽ ഫോമിൽ വരുവാണെങ്കിൽ വോൾട്ടേജ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അത് സെയിം ഫുൾ ആയിട്ട് ഈച്ച് റെസിസ്റ്റേഴ്സിൻ്റെ അക്രോസ് ആയിട്ടും ഉണ്ടാകും, സെയിം വോൾട്ടേജ് ആയിരിക്കും. പക്ഷേ കറണ്ടാണ് പാരലൽ ഫോമിൽ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുവാണ് പാരലൽ കണക്ഷനിൽ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറണ്ടും ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് കിട്ടുന്ന കറണ്ടും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ബാറ്ററി അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് കിട്ടുന്ന കറണ്ട് ഡയറക്റ്റ് കറണ്ടാണ്, DC എന്ന് പറയും. അത് ഒരു വൺ ഡയറക്ഷനിൽ തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഹൗസ് ഹോൾഡ്, വീട്ടിൽ വരുന്ന ഇലക്ട്രിസിറ്റി, അത് AC ഓൾട്ടർനേറ്റീവ് കറണ്ടാണ്. ആ കറണ്ട് അതിൻ്റെ ഡയറക്ഷൻ പീരിയോഡിക്കായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. വോൾട്ടേജ്, ഹൗസ് ഹോൾഡിൻ്റെ ഇലക്ട്രിസിറ്റി വോൾട്ടേജ് 230 വോൾട്ടാണ്. അത് വളരെ ഹൈ ആണ്. ബാറ്ററിയിൽ നിന്ന് നമ്മൾ ജനറലി ലോവർ വോൾട്ടേജാണ് ബാറ്ററിയിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സർക്യൂട്ട്സ് ഒന്നും ഡയറക്റ്റ്ലി ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നത് പാടില്ല. അത് ഹെവി റിസ്ക് തന്നെയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്. നമ്മൾ അനലൈസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഇവിടെ ഏത് സർക്യൂട്ടിലാണ് കൂടുതൽ റെസിസ്റ്റൻസ്? അത് ഈസിയാണ്. ഇവിടെ 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. 6+12 ഇവിടെ 18 ഓം വരും. അപ്പോൾ ഇവിടെ ഓൺലി 6 ഉള്ളൂ. അപ്പോൾ സർക്യൂട്ട് A ആണ് കൂടുതലായിട്ട് റെസിസ്റ്റൻസ് ഉള്ളത് കിട്ടി. നെക്സ്റ്റ്, ഏത് സർക്യൂട്ടിലാണ് 3 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ബൾബിന് അക്രോസ് ആയിട്ട് വരുന്നത്? എയിലാണോ ബിയിലാണോ? അത് കണക്കാക്കുന്നതിന് നമ്മൾ ആദ്യത്തെ സർക്യൂട്ട് അനലൈസ് ചെയ്യാം. ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് 6+12 18 ഓം ആണെന്ന് കിട്ടി. ഇനി അതിനകത്തുള്ള കറണ്ട് നമുക്ക് കണക്കാക്കണം. നമുക്ക് I = V/R ആണ്. വോൾട്ടേജും അറിയാം, റെസിസ്റ്റൻസും അറിയാം. V/R ചെയ്യുമ്പോൾ നമുക്ക് 0.5 കിട്ടി. ഇനി വോൾട്ടേജ് എക്രോസ്, അതായത് ഈ 9 വോൾട്ട് ഈ റെസിസ്റ്റേഴ്സിന് എക്രോസ് ആയിട്ട് ഈ ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂവിന് പ്രൊപ്പോർഷണലായിട്ടുള്ള വോൾട്ടേജാണ് ഓരോന്നിനും കിട്ടുക. ഇവിടെ കൂടെ പോകുന്ന ഈ കറൻറ്റ് 0.5 ആംപിയർ ആണ്. ഈ ബൾബിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V = IR ആണ്. I × R1, അതായത് ഈ ബൾബിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. I 0.5 R 6 ഓം, അപ്പോൾ 3 വോൾട്ട്. അത് തന്നെയാണല്ലോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 3 വോൾട്ട് ബൾബിന് അക്രോസ് ആയി വരുന്നത് സർക്യൂട്ട് എയിലാണ് നമുക്ക് കിട്ടി. നമ്മൾ കണ്ടിന്യൂ ചെയ്യൂ. ഈ കേസിൽ ബൾബിന് അക്രോസ് ആയിട്ട് എത്രയാണ് വരുന്നത്? റെസിസ്റ്റൻസ് വാല്യൂ 6 ഓം ആണ്, വോൾട്ടേജ് 9 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എത്രയാണ്? V/R 1.5 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് ഈ ബൾബിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഒന്ന് കണക്കാക്കി നോക്കുക. V = IR, ദാറ്റ് ഈസ് 1.5 ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇത്, അപ്പോൾ 9 വോൾട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മളിവിടെ കൊടുത്ത ആ കംപ്ലീറ്റ് വോൾട്ടേജും ഈ ബൾബിന് അക്രോസ് ആയിട്ടാണ് വന്നത്. അതായത് വേറെ റെസിസ്റ്റേഴ്സ് ഒന്നും ഈ സർക്യൂട്ടിൽ ഇല്ല. കൊടുത്ത വോൾട്ടേജ് ഫുള്ള് ബൾബിന് അക്രോസ് ആയിട്ട് വന്നു. ആ സിനാരിയോയിൽ എന്താ സംഭവിക്കുക? ബൾബിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 3 വോൾട്ടാണ്. പക്ഷേ നമ്മളൊരു 9 വോൾട്ട് അപ്ലൈ ചെയ്തു. ആ 9 വോൾട്ട് ഫുള്ളി ഈ ബൾബിന് അക്രോസ് ആയി വരുമ്പോഴേക്കും ഓവർ കറണ്ട് ഫ്ലോ, ഓവർ ഹീറ്റഡ് ആകും, ബൾബ് ഡാമേജ്ഡ് ആകും. ഇതൊരു കമ്പാരിസൺ സ്റ്റഡിയാണ് ബിറ്റ്വീൻ വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ. വോൾട്ട് മീറ്റർ അതിൻ്റെ സിമ്പൽ ഇതാണ്. അമ്മീറ്ററിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അമ്മീറ്റർ കറൻറ്റിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ വോൾട്ട് മീറ്റർ നമ്മൾ സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് പാരലൽ ടു ദ ഡിവൈസാണ്. ആ ഡിവൈസിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ ആ ഡിവൈസിനെ പാരലലായിട്ട് തന്നെ വെച്ചിട്ട്, അതായത് ഡിവൈസിന് എക്രോസ് ആയിട്ടുള്ള സെയിം വോൾട്ടേജ് ഈ വോൾട്ട് മീറ്ററിന് എക്രോസ് ആയിട്ടും വരിക. അതായത് പാരലൽ കണക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അമ്മീറ്റർ കണക്ഷൻ നടക്കുന്നത് സീരീസ് ആയിട്ടാണ്. അമ്മീറ്ററിൽ നമ്മൾ കറണ്ടാണ് മെഷർ ചെയ്യുന്നത്. ഒരു ഡിവൈസിലൂടെ സർക്യൂട്ടിലുള്ള കറൻറ്റ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ സെയിം കറൻറ്റ് അമ്മീറ്ററിലൂടെ കൂടി വന്നാലാണ് അത് എത്രയാണെന്ന് അമ്മീറ്റർ വെച്ചിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അമ്മീറ്റർ നമ്മൾ സീരീസ് ആയിട്ടാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കണക്ഷൻ സർക്യൂട്ടിലേക്ക് എങ്ങനെയാണ് നടക്കുന്നത്? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ. നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ. അമ്മീറ്ററിലും അതുമാതിരി പോസിറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടു നെഗറ്റീവ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു കുട്ടി ഈ എക്സിബിഷനിലെ ഈ സർക്യൂട്ട് നോക്കിയിട്ട് ഈ പെർട്ടിക്കുലർ കോമ്പണൻറ്റ് എന്തിനാണോ ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ അത് ഒരു റെസിസ്റ്ററാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ റെസിസ്റ്റർ ഈ സർക്യൂട്ടിലുള്ള കറൻറ്റിൻ്റെ ഫ്ലോ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ റെസിസ്റ്റേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് കറൻറ്റിൻ്റെ ഫ്ലോ ലിമിറ്റ് ചെയ്ത്
പ്രോപ്പർലി LED ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിത്തൗട്ട് ദ റെസിസ്റ്റർ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്തിട്ട് LED-നെ ഡാമേജ് ആക്കും. നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൽ ഒരു ബൾബ് റെസിസ്റ്റേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ 9 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബൾബ് ഡാമേജ് ആയ സിനാരിയോ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്. ലെറ്റ് us assess. Which of the following device converts chemical energy to electrical energy? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏതാണ്? ഈ ഗിവൺ ചോയ്സസിൽ ഡ്രൈ സെൽ. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ ഹാപ്പൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെർമിനൽസ് തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് 4 സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്. വോൾട്ട് മീറ്ററും അമീറ്ററും ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ ഡിഫറെൻറ്റ് സർക്യൂട്ട്സിൽ ഉള്ളത്. ഇതിൽ ഏതാണ് പ്രോപ്പറായിട്ട് വോൾട്ട് മീറ്ററും അമീറ്ററും കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണത്. ആൻസർ സി ആണ് കറക്റ്റ്. ഇത് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കണേ? വോൾട്ട് മീറ്റർ എപ്പോഴും ഡിവൈസിന് പാരലലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അമീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ അമീറ്ററിൻ്റെ പോസിറ്റീവിലേക്കും വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കും ആയിരിക്കണം. സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനൽ അമീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും ആയിരിക്കണം. അങ്ങനെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ വരുന്നത് ഈ ഫിഗർ സിയിലാണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. മാച്ച് ദ ഫോളോയിങ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ ചാർജ് W/Q. അതിൻ്റെ യൂണിറ്റ് വോൾട്ട്. കറൻറ്റ് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ബൈ ടൈം പെർ ടൈം. Q/T അതിൻ്റെ ആംപിയർ യൂണിറ്റ്. റെസിസ്റ്റൻസ് ഓംസ് ലോ പ്രകാരം V = IR. സോ റെസിസ്റ്റൻസ് R = V/I. അതിൻ്റെ യൂണിറ്റ് ഓംസ്. ഈ ന്യൂമറിക്കൽ പ്രോബ്ലം 50 ജൂൾ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു 5 കുളം ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ അറിയാം. V = വർക്ക് ഡൺ ബൈ ചാർജ്. ടോട്ടൽ വർക്ക് ഡൺ W/Q. V പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വർക്ക് ഡൺ W, Q ചാർജ്. നമുക്ക് W ഉം Q ഉം തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് W/Q. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 10 വോൾട്ട്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ M and N ഈസ് 10 വോൾട്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഈ 4 സർക്യൂട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ബൾബ്സ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? സർക്യൂട്ട്സ് ബിയിലും സർക്യൂട്ട് സിയിലുമാണ് സീരീസ് കണക്ഷൻ നടത്തിയിരിക്കുന്നത്. എയിൽ നോക്കുകയാണെങ്കിൽ കറണ്ട് എപ്പോഴും സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് വന്ന് ഒരു ബൾബിലേക്ക് വന്നു വീണ്ടും നെഗറ്റീവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കംപ്ലീറ്റ് ഫ്ലോയിൽ ഈ ഒരു ബൾബിൽ കൂടെ മാത്രമേ വരുന്നത്, ഈ ബൾബിലേക്ക് വരുന്നില്ല. അതായത് ഈ 2 ഇതും പാരലലായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബി നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പുറപ്പെട്ട കറണ്ട് ഇവിടെ വന്നു, ആദ്യത്തെ ബൾബിൽ വന്നു, രണ്ടാമത്തെ ബൾബിൽ വന്നു, ബാക്ക് ടു സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തി. ഇത് സീരീസ് ഫോമാണ്. സിമിലർലി സിയിലും ഡിയിലെ ഒരു പാരലൽ കണക്ഷനാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ബി ആൻഡ് സിയിലാണ് ഇവിടുത്തെ ബൾബ്സ് സീരീസ് ഫോമിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഈ സർക്യൂട്ടിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? ഇത് 2 സീരീസിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2ൻ്റെ സമ്മാണ് 3 ഓം എന്ന് കിട്ടി. ഇതിൽ കറണ്ട് ഫ്ലോ എത്രയാണ്? കറണ്ട് V/R ആണ്. വോൾട്ടേജ് 6 വോൾട്ടാണ്. R എന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു 3 ഓം. അപ്പോൾ V/R ചെയ്യുമ്പോൾ 2 ഓം കിട്ടി. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 ഓം റെസിസ്റ്റർ? ഈ 2 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ 6 വോൾട്ട് ഈ 2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന കറണ്ട് ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ആണ് ഇതിന് അക്രോസ് ആയി വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ V2 = I × R2.
2 into 2 4 volt. What is the current flowing through 1 ohm resistor? 1 ohm റെസിസ്റ്ററിലൂടെ പോകുന്നത് സെയിം കറണ്ട് തന്നെയാണ്. സർക്യൂട്ടിലുള്ള കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തു, 2 ഓമിൽ വന്നു, 1 ഓമിൽ വന്ന് ബാക്ക് ടു സെല്ലിലെത്തി. അപ്പോൾ ഈ സർക്യൂട്ടിൽ എല്ലാ എക്യുപ്മെൻസിൽ എല്ലാ കോമ്പണൻസിൽ കൂടെ പോകുന്നതും സെയിം കറണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടി അത് 2 ആംപിയർ ആണ്. അപ്പോൾ സെയിം 2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ 1 ഓം റെസിസ്റ്റൻസ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഫാനും ഫാനിൻ്റെ റെഗുലേറ്ററും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ വേയിലാണോ സീരീസിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫാനും അതിൻ്റെ റെഗുലേറ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു റെഗുലേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫാനിലേക്ക് പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്തിട്ട് ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറണ്ട് ഫ്ലോസ് ത്രൂ ദ റെഗുലേറ്റർ ബിഫോർ റീച്ചിങ് ദ ഫാൻ. ഈ കറണ്ട് റെഗുലേറ്ററിയുടെ പാസ് ചെയ്ത് ആ കൺട്രോൾ ചെയ്ത കറണ്ടാണ് ഫാനിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അത് സീരീസ് ഫോമിൽ കണക്ട് ചെയ്യുന്നത്. നമ്മൾക്ക് 4 സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്. ഓരോന്നിലും വോൾട്ട് മീറ്റർ ഉണ്ട്. ഇതിൽ ഏത് വോൾട്ട് മീറ്റേഴ്സൊക്കെയാണ് 10 വോൾട്ട് കാണിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് കൺക്ലൂഡ് ചെയ്യണം. അനലൈസ് ചെയ്ത് നമുക്ക് കിട്ടിയ റിസൾട്ട് ബിയും ഡിയും, സർക്യൂട്ട്സ് ബിയും സർക്യൂട്ട് ഡിയിലും ഈ വോൾട്ട് മീറ്റേഴ്സ് 10 വോൾട്ട് കാണിക്കുന്നു എന്നാണ് മനസ്സിലായത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ ഈസി റെഫറൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഒരെണ്ണം മാത്രം ഞാൻ പറയാം. ഓക്കെ, ബി തന്നെ നോക്കാം. ബിയുടെ കേസിൽ വോൾട്ട് മീറ്റർ ഷോസ് 10 വോൾട്ട്. വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ബോത്ത് ദ റെസിസ്റ്റേഴ്സ് ആൻഡ് അപ്ലൈഡ് വോൾട്ട് ഈസ് 10 വോൾട്ട്. ഇവിടെ 10 വോൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് ഇതിന് എക്രോസ് ആയിട്ട് 2 റെസിസ്റ്റേഴ്സിലും കൂടി സ്പ്ലിറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഈ 10 വോൾട്ടിലൂടെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ ഇത് രണ്ടും 10 ആണ്, സെയിം റെസിസ്റ്റൻസ് ആണ്. അത് ഈ 10നെ രണ്ടിലും സെയിം ആയത് കാരണം 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ എക്രോസ് ആയിട്ടുള്ള ചാർജ് 5 വോൾട്ടാണ്. ഇതിന് എക്രോസ് ആയിട്ട് 5 വോൾട്ടാണ്. അതിൻ്റെ എക്രോസ് ആയിട്ടാണ് ഈ വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 5 + 5 10 ആയിരിക്കും. അത് അല്ലാതെ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഈ വോൾട്ട് മീറ്ററിനും എക്രോസ് ആയിട്ട് കറക്റ്റായിട്ടാണ് ഈ വോൾട്ട് മീറ്റർ വന്നിരിക്കുന്നത്. ഈ ഒരു സെല്ലിന് എക്രോസ് ആയിട്ട്, സെല്ലിൻ്റെ നെഗറ്റീവാണ് ഈ വോൾട്ട് മീറ്ററിൽ കണക്ട് ചെയ്യുന്ന, പോസിറ്റീവാണ് ഈ വോൾട്ട് മീറ്റർ. അതായത് ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ സെല്ലിന് എക്രോസ് തന്നെയാണ്. അപ്പോൾ ഈ സെൽ എന്തായാലും 10 വോൾട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യണം. നമ്മുടെ 10 വോൾട്ട് കാണിക്കുന്ന 2 സർക്യൂട്ട്സ് ബിയും ഡിയുമാണ്. ഒരു വയർ, അതിന് 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്, 5 ഓം ആണ് അതിൻ്റെ റെസിസ്റ്റൻസ്. അത് സ്ട്രെച്ച് ചെയ്തിട്ട് ലെങ്ത് നമ്മൾ ഡബിളാക്കി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആ കേസിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് എന്താ സംഭവിക്കുക എന്ന്. ലെങ്ത്ത് ഡബിൾ ആകുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാഫായിട്ട്, പകുതിയായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കൂ. നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ എങ്ങനെയാണ് കണക്കാക്കുന്നത്? വോളിയം ബൈ ലെങ്ത്ത്. നമുക്ക് ഫസ്റ്റിലെ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ വോളിയം ബൈ ലെങ്ത് എന്ന് കണക്കാക്കി. ഇനി സെക്കൻഡ് സിനാരിയോയിൽ ലെങ്ത് ഡബിളായി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ കേസിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് എഴുതാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു വോളിയം ബൈ ലെങ്ത്. ആ ലെങ്ത്തിന് നമുക്ക് ഡബിളായി എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം 2 ലെങ്ത് കൊടുക്കുക. അത് എന്താണ്? ഈ വോളിയം ബൈ ലെങ്ത് ഇൻറ്റു 1/2 തന്നെയാണല്ലോ ഈ രണ്ടാമത്തെ കേസിൽ വരുന്ന ഈ ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതായത് ഹാഫായിട്ട് കുറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ? ആ കേസിൽ റെസിസ്റ്റൻസ് ഓഫ് ദ വയറിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും നോക്കൂ. റെസിസ്റ്റൻസ് ഓഫ് ദ വയർ വെൻ ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ടു ഡബിൾ ലെങ്ത് എന്താണ്? 4 ഇൻറ്റു ഒറിജിനൽ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അതായത് 4 ഇൻറ്റു ഒറിജിനൽ റെസിസ്റ്റൻസ് നമുക്ക് 5 തന്നിട്ടുണ്ട്. 4 × 5 20 ഓം ആണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഡബിളായി സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അതെങ്ങനെയാണ് കണക്കാക്കിയെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ. ദാറ്റ് ഈസ് R1
ആദ്യത്തെ കേസിലുള്ള റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ബൈ ഏരിയ. ലെങ്ത് ബൈ ഏരിയ ആണ് ആദ്യത്തെ കേസിൽ വരുന്നത്. R2 പ്രൊപ്പോർഷണൽ ടു അഗെയിൻ ലെങ്ത് ബൈ ഏരിയ. ആ കേസിൽ ലെങ്ത് ഡബിൾ ലെങ്ത് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1/2 ആണ്. 1/2 ഓഫ് ഒറിജിനൽ ഏരിയ ആണെന്നറിയാം. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടും ഈ 4 ഇൻറ്റു ഈ 1/2 2 മേളിൽ പോകും. 4 ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ. ആദ്യത്തെ കേസിൽ ലെങ്ത് ബൈ ഏരിയന് പ്രൊപ്പോർഷണലായിട്ടായിരുന്നു റെസിസ്റ്റൻസ്. രണ്ടാമത്തെ കേസിൽ 4 ടൈംസ് ലെങ്ത് ബൈ ഏരിയ. അങ്ങനെയാണ് നമുക്ക് 4 ഇൻറ്റു 5 20 ഓം റെസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 4 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഗ്രാഫാണ് ഓംസ് ലോനെ കറക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ ഗ്രാഫ് സി ആണ് ഓംസ് ലോനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം ഓംസ് ലോ പറയുന്നു വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ടായിട്ട് കറൻറ്റും കൂടി വരുന്നു. അപ്പോൾ ഈ ഗ്രാഫിൽ മാത്രമാണ് അത് സംഭവിക്കുന്നത്. ഇവിടെ വോൾട്ടേജ് കൂടുന്നതിന് അനുസരിച്ച് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ കറൻറ്റ് ആണ് കൂടുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് അല്ല. ഇവിടെ കറൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ വോൾട്ടേജ് മാത്രമാണ് കൂടുന്നത്. അതും ഓംസ് ലോ അല്ല. ഇത് വോൾട്ടേജ് കറൻറ്റ് കൂടുന്നതിന് അനുസരിച്ചിട്ട് വോൾട്ടേജ് കുറയുവാണ്, അപ്പോൾ അതും ഓംസ് ലോ അല്ല. ഇതാണ് കറക്റ്റ് ഗ്രാഫ്. ഇലക്ട്രിക് കറൻറ്റ് എന്ന ചാപ്റ്ററിലെ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കിനി കവർ ചെയ്യാം. ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസ് ഡാഷ് ത്രൂ എ സർക്യൂട്ട് ആൻഡ് ഇലക്ട്രിക് കറൻറ്റ്. ഡാഷ് ഈസ് എ കോമ്പണൻറ്റ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് എനർജി. കപ്പാസിറ്റർ. Water flows occurs if two containers are placed at different heights. Heat flows occurs if 2 points are of different temperature. Airflow occurs if there are 2 regions having different pressure. If the potential difference dash is the potential difference between the terminals of the cell when no current draws from it. Electromotive force EMF. Dash is the potential difference between the terminals of the cell in open circuit. EMF. This is the maximum potential difference that can be obtained from the source. എന്താണ്? EMF. The potential difference between any 2 points in a current flowing circuit is also called voltage. Potential difference is measured using a voltmeter. Unit of work done is joule J. Unit of charge is coulomb C. Dash discovered electrochemical cell and methane. Alessandro Volta. Dash is the first designed device that could be used as a source of EMF. Volta cell. Dash designed Volta cell. Alessandro Volta. In a simple Volta cell, the zinc, copper and sulfuric acid, the anode is zinc. In simple Volta cell, the low energy level of electric charge is dash potential. Positive or negative? Negative. In simple Volta cell. In simple Volta cell, zinc, copper, sulfuric acid, the cathode is copper. In simple Volta cell, high energy level electric charge. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ്? പോസിറ്റീവ്. ഹൈ എനർജി വരുന്നത് സിമ്പിൾ വോൾട്ട സെല്ലിൽ പോസിറ്റീവ്. ഇൻ എ സിമ്പിൾ വോൾട്ട സെൽ ദ കറണ്ട് ഫ്ലോസ് ഫ്രം ഡാഷ് ടു ഡാഷ് റോഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. കോപ്പർ ടു സിങ്ക്. സിങ്ക് ടു കോപ്പർ ആണ് ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്. കറണ്ട് ഫ്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അതായത് കോപ്പർ ടു സിങ്ക്. സെക്കൻഡറി സെൽസ് ആർ ഓൾസോ നോൺ ആസ് സ്റ്റോറേജ് സെൽസ്. Dash is a system in which multiple cells are arranged and used as a single source of electricity. Battery. Potential difference is measured using voltmeter. Dash reduce the current through the circuit.
resistors. When identical cells are arranged in dash, the effective potential difference of the combination is equal to that of a single cell. പാരലലിൽ സെൽസ് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് ഒരു സിംഗിൾ സെല്ലിൻ്റെ ആയിരിക്കും. The unit ampere is given to intensity of electric current in the honor of the scientist Andre Marie Ampere. In an ammeter connected to an electric circuit shows a reading 1 ampere. The charge flowing through the ammeter in 1 second is 1 coulomb. There are many free dash in a conductor, electrons. When current flows through a conductor, electrons flows from the dash terminal to dash terminal of the current source. Electrons flows from negative to positive terminal of the source. The direction of electric current is considered to be from dash to dash. അതായത് ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ്, അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇൻസ്ട്രക്ഷൻസ് ഫ്രം അവർ ബ്രെയിൻ ട്രാവൽസ് ത്രൂ ദ നെർവ്സ് ആസ് ഇലക്ട്രിക് സിഗ്നൽസ്. ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ battery. The negative terminal of the voltmeter is connected to the negative terminal of the battery. Resistance of a conductor dash as the length increases. Length കൂടുമ്പോൾ resistance increases. Resistance of the conductor dash as the area of cross section increases. Resistance കുറയുവാണ് area of cross section കൂടുമ്പോൾ സംഭവിക്കുന്നത്, അപ്പോൾ decreases. Name two relatively high resistance materials, nichrome and tungsten. Name two relatively low resistance material, aluminium and copper. Dash has the least resistance, silver. Dash is the effective resistance when n resistors of R ohm resistance each are connected in series, n into R. When resistors are connected in series, the potential difference across the resistor with higher resistance is more or less. റെസിസ്റ്റേഴ്സ് സീരീസിലാണ് കണക്ട് ചെയ്യുന്നത്, സെയിം കറൻ്റ് ആണ്, അപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. ഐ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ആർ കൂടുമ്പോൾ അതിനെ ക്രോസ് ആയിട്ടുള്ള വിയും കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ കൂടുതലുള്ള റെസിസ്റ്റേഴ്സിനെ ക്രോസ് ആയിട്ട് കൂടുതലായിട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും, അപ്പോൾ മോർ. ഇഫ് റെസിസ്റ്റേഴ്സ് ഓഫ് സെയിം വാല്യൂ റെസിസ്റ്റേഴ്സ് സീരീസിലായിട്ട് കണക്ട് ചെയ്യും, അങ്ങനെയാണ് അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് സെയിം ആണ് ഫ്ലോ ചെയ്യുന്നത്, റെസിസ്റ്റൻസ് വാല്യൂയും സെയിം ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഓരോ റെസിസ്റ്ററിനും അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആയിരിക്കും, അപ്പോൾ ഈക്വൽ. ഡാഷ് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ n റെസിസ്റ്റേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ r ഈച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, r/n. നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഞങ്ങളുടെ റെഗുലർ ട്യൂഷൻ ക്ലാസ്സിൽ എൻറോൾ ചെയ്യുവാൻ താഴെ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ വിളിക്കൂ.